ഒന്ന് മാറിക്കേ. ചേട്ടന് ചെറിയൊരു ഗ്യാപ്പ് തന്നെ മക്കളെ. കൊള്ളാം, നല്ല അസല് പെർഫോമൻസ്. അല്ല, ഇവളിപ്പോ ഇവിടെ കാണിച്ച പെർഫോമൻസിന്റെ കുറച്ചെങ്കിലും അന്ന് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് മദ്രാസിൽ പോയപ്പോ കാണിച്ചിരുന്നെങ്കിൽ കൂവലല്ലാതെ എന്തേലും ഒരു സമ്മാനവും വാങ്ങിച്ചോണ്ട് പോരാൻ പറ്റുമായിരുന്നു ഇവൾക്ക്. ഏതായാലും തന്റെ ഇവിടുത്തെ ഈ പെർഫോമൻസ് കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഇവന്റെ മമ്മിക്ക് എന്തായാലും ഇവളെ ഇഷ്ടപ്പെടും. വേറൊന്നും കൊണ്ടല്ല, ഇവന്റെ മമ്മി ഇവനോട് പറഞ്ഞിട്ടുണ്ട്, പ്രേമിക്കണമെങ്കിലൊക്കെ പ്രേമിച്ചോ, പക്ഷെ പ്രേമിക്കുമ്പോ ലേശം തന്റെയോടും സാമർഥ്യം ഉള്ളതിനായിരിക്കണമെന്ന്. അതെന്തായാലും തനിക്ക് ആവശ്യത്തിലധികം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ റോള് മനസ്സിലായി. ഡോക്ടർ ലവ്, റൊമാൻസ് കൺസൾട്ടന്റ്. തന്റെ പേഷ്യന്റ് ആണ് ഈ നിൽക്കുന്നത്. ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞതും. ഇതൊക്കെയല്ലേ താൻ പറയാൻ വരുന്നത്? ഉള്ള കാര്യം പറയാലോ, തന്റെ ഈ തൊഴിലുണ്ടല്ലോ, ഡോക്ടർ പണി, അതെനിക്ക് ഇഷി അങ്ങ് പിടിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സുകൊണ്ട് ഞാൻ ഇയാളുടെ കൂടെയാ. ഒരു ക്യാമ്പസ് ആവുമ്പോ ബോറിൻ പഠിത്തമല്ലാതെ ഇതുപോലുള്ള അല്ലറ ചില്ലറ രസീതരങ്ങളൊക്കെ വേണം. പക്ഷെ അത് താൻ എന്റെ അടുത്ത് തന്നെ പ്രയോഗിച്ചാലുണ്ടല്ലോ, നടക്കില്ല മോനെ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. ഈ റിസ്ക് എടുത്ത് സക്സസ് ആവുന്നതാ അതിന്റെ ഒരു ഹരം. അതിനു മുമ്പ് പേഴ്സണലായിട്ടൊന്ന് ചോദിച്ചോട്ടെ, താൻ ഈ പ്രേമിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് തനിക്ക് വേറെ തകരാറുകളൊന്നും ഇല്ലല്ലോ? അയ്യോ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഈ മുൻ പ്രേമ നൈരാശ്യമോ ഈ ലേശം ഫെമിനിസ്റ്റ് ചിന്താഗതിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്നാ. അല്ല, അങ്ങനെ വല്ലതും അങ്ങനെ പറയത്തക്ക തകരാറൊന്നും എനിക്കില്ല. പിന്നെ തകരാറുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് താനും. വേറൊന്നുമല്ല, എനിക്ക് ഓൾറെഡി വേറെ ഒരാളെ ഇഷ്ടം. അത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ, വൺ വേയാ. ഞാൻ ഇതുവരെ ആളോട് അത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇങ്ങനൊരു സാഹചര്യം ഒത്തു വന്ന സ്ഥിതിക്ക് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം.